ലോകം ഇതുവരെ കേൾക്കാത്ത, കേട്ടാൽ നട്ടലിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോകുന്നത്ര ഭീകരമായ ഒരു വെളിപ്പെടുത്തൽ. 2020 ജൂൺ മാസത്തിൽ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യയുടെ ധീര സൈനികർ ചൈനീസ് പട്ടാളക്കാരെ മണ്ണ് കടുപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ആ പരാജയത്തിന് നാണക്കേട് മാറ്റാൻ ഭാരതത്തിന്റെ വളർച്ചയിൽ വിറളി പൂണ്ട് ചൈന ലോകത്തെ മൊത്തം ചതിച്ചുകൊണ്ട് ഒരു അതീവ രഹസ്യ നീക്കം നടത്തിയെന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? അതെ, ഗാൽവാൻ സംഘർഷം കഴിഞ്ഞ് വെറും 7-ാം നാൾ ലോകം മുഴുവൻ കോവിഡ് മഹാമാരിയിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ചൈനീസ് മണ്ണിൽ ഒരു മഹാവിസ്ഫോടനം നടന്നു. അന്താരാഷ്ട്ര നിരീക്ഷണ സംവിധാനങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ആണവ ബോംബുകൾ ചൈന പൊട്ടിച്ചു. ഇന്ത്യയെ ഭയന്ന് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ കരുത്തുറ്റ നയതന്ത്രത്തിന് മുന്നിൽ പതറിപ്പോയ ഒരു രാജ്യം നടത്തിയ ഭീരുത്വത്തിന്റെ പരീക്ഷണം. ഇന്ന് അമേരിക്ക ലോകത്തിന് മുന്നിൽ ആ രഹസ്യം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഡീകപ്ലിംഗ് വിദ്യ? ചൈനീസ് സൈന്യത്തിന്റെ 40 ജഡങ്ങൾ ഗാൽവാനിലെ മണ്ണിൽ വീണപ്പോൾ ചൈന പകരം വീട്ടാൻ ശ്രമിച്ചത് എങ്ങനെയാണ്? അക്സായ് ചിൻ ഇന്ത്യയുടേതാണെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതിന് പിന്നിലെ രഹസ്യമെന്ത്? ഭാരതം എന്ന ലോകശക്തിക്ക് മുന്നിൽ ചൈനയുടെ അന്ത്യം കുറിക്കപ്പെടുകയാണോ? ഈ വരാൻ പോകുന്ന മിനിറ്റുകൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ആധുനിക ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രങ്ങളുടെയും ചതികളുടെയും കഥയാണ്. ഒരിടവും സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഇത് ഓരോ ഭാരതീയന്റെയും അഭിമാനത്തിന്റെ കഥയാണ്. 2020 ജൂൺ 15 സമുദ്രനിരപ്പിൽ നിന്നും 14,000 അടി ഉയരത്തിൽ മരവിപ്പിക്കുന്ന തണുപ്പുള്ള ഗൽവാൻ താഴ്വര. ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന സമാധാന കരാറുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ചൈനീസ് സൈന്യം ഇരുട്ടിന്റെ മറവിൽ ആയുധങ്ങളുമായി എത്തി. അവർ കരുതിയത് ഇന്ത്യയുടെ അതിർത്തി പിടിച്ചെടുക്കാമെന്നാണ്. എന്നാൽ അവർക്ക് തെറ്റിപ്പോയി. അവിടെ കാവലായി ഉണ്ടായിരുന്നത് മരിക്കാൻ ഭയമില്ലാത്ത ബീഹാർ റെജിമെന്റിലെ ധീര ജവാന്മാരായിരുന്നു. തോക്കുകൾ ഉപയോഗിക്കില്ലെന്ന കരാർ പാലിച്ചുകൊണ്ട് വെറും കൈകൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും ആണി തറച്ച വടികൾ കൊണ്ടും ഇന്ത്യൻ സൈന്യം നടത്തിയ ആ പോരാട്ടം ലോക സൈനിക ചരിത്രത്തിലെ തന്നെ അത്ഭുതമാണ്. കേണൽ സന്തോഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ 20 സിംഹക്കുട്ടികൾ വീരമൃത്യു വരിച്ചപ്പോൾ തിരിച്ച് ചൈനയുടെ എത്ര പേർ മരിച്ചുവെന്ന് അവർ ഇന്നും പുറത്തുവിട്ടിട്ടില്ല. പക്ഷെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നു അത് 40-ന് മുകളിലാണ്. ഭാരതത്തിന്റെ പ്രഹരശേഷി കണ്ട് ചൈനീസ് കമാൻഡർമാർ പകച്ചുപോയി. ഈ തോൽവി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ഉറക്കം കെടുത്തി. തന്റെ സൈന്യത്തിന്റെ ആത്മവീര്യം തകർന്നു എന്ന് മനസ്സിലാക്കിയ ചൈന ഇന്ത്യയെ വിരട്ടാൻ വേണ്ടി തങ്ങളുടെ ആണവ ആയുധശാല തുറക്കാനാണ് തീരുമാനിച്ചത്. ഗൽവാൻ കഴിഞ്ഞ് 7-ാം ദിവസം, അതായത് ജൂൺ 22-ന് ഷിൻജിയാങ് മേഖലയിലെ ലോപ്നൂർ സൈറ്റിൽ ചൈന രഹസ്യമായി ആണവ പരീക്ഷണം നടത്തി. US അണ്ടർ സെക്രട്ടറി തോമസ് ഡിരാനോ വെളിപ്പെടുത്തിയത് പ്രകാരം ഇതൊരു സാധാരണ പരീക്ഷണമായിരുന്നില്ല ചൈന ഉപയോഗിച്ചത്. ഡീകപ്ലിംഗ് എന്ന കുടില തന്ത്രമാണ്. എന്താണ് ഈ വിദ്യ? സാധാരണ ഒരു ആണവ സ്ഫോടനം നടത്തിയാൽ ഭൂകമ്പ മാപിനികളിൽ വലിയ പ്രകമ്പനങ്ങൾ രേഖപ്പെടുത്തും. ഇത് അന്താരാഷ്ട്ര ആണവ ഏജൻസികൾ പെട്ടെന്ന് തിരിച്ചറിയും. എന്നാൽ ചൈന ഭൂമിക്കടിയിൽ വലിയ ശൂന്യമായ അറകൾ നിർമ്മിച്ച് ആ അറയ്ക്കുള്ളിൽ വെച്ച് സ്ഫോടനം നടത്തി. ഇതിലൂടെ സ്ഫോടനത്തിന്റെ പ്രകമ്പനം പുറത്തേക്ക് വരുന്നത് ഗണ്യമായി കുറയ്ക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇതൊരു ചെറിയ ഭൂചലനമാണെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ അവർ ശ്രമിച്ചു. 100 കണക്കിന് ടൺ സ്ഫോടക വസ്തുക്കളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. ഇന്ത്യയെ സൈനികമായി നേരിടാൻ കഴിയാത്ത ചൈന ഒരു മാനസിക യുദ്ധത്തിനാണ് ശ്രമിച്ചത്. ചൈനയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഇന്ത്യയുടെ സൈനിക കരുത്ത് മാത്രമല്ല, മറിച്ച് നരേന്ദ്രമോദി എന്ന ലോക നേതാവിന്റെ നയതന്ത്ര ബുദ്ധി കൂടിയാണ്. ചൈന വളർന്നു വരുമ്പോൾ ഇന്ത്യയെ തളയ്ക്കാനായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ മോദി സർക്കാർ തിരിച്ചാണ് ചെയ്തത്. ഇന്ന് അറബ് ലോകത്തെ ഇന്ത്യയുടെ പക്ഷത്താക്കി മാറ്റിയിരിക്കുന്നു. മുമ്പ് പാകിസ്ഥാനെയും ചൈനയും പിന്തുണച്ചിരുന്ന സൗദി അറേബ്യയും UAE ഒക്കെ ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ്. ഇത് ചൈനയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. അതുപോലെ അക്സായ് ചിൻ തിരിച്ചടി തുടങ്ങുകയാണ്. ലഡാക്കിലെ അക്സായ് ചിൻ പ്രദേശം ചൈന അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണ്. എന്നാൽ മോദി സർക്കാർ വന്നതോടെ ഇന്ത്യ ഈ പ്രദേശം ഔദ്യോഗികമായി ഇന്ത്യയുടെ മാപ്പിൽ ഉൾപ്പെടുത്തുകയും അത് തിരിച്ചു പിടിക്കുമെന്നും പാർലമെന്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കയും ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്നത് ചൈനയെ പരിഭ്രാന്തിയിലാക്കുകയാണ്. മറ്റൊന്ന് സാമ്പത്തിക ആഘാതമാണ്. ചൈനീസ് ആപ്പുകൾ നിരോധിച്ചതും ടിക്ടോക്ക് ഉൾപ്പെടെയുള്ളവയെ കെട്ടുകെട്ടിച്ചതും ഇന്ത്യയാണ്. ഇത് ചൈനയുടെ ഡിജിറ്റൽ സാമ്രാജ്യത്തിനേറ്റ ആദ്യത്തെ വലിയ പ്രഹരമായിരുന്നു. ഇന്ന് ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ്. അമേരിക്കയും യൂറോപ്പും ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യയുമായി ചേർന്ന് ക്വാഡ് രൂപീകരിച്ചത് ചൈനയെ സമുദ്രത്തിൽ തടയാനാണ്. ഇന്ത്യയുമായി ഒപ്പിട്ട പുതിയ വ്യാപാര കരാറുകൾ ചൈനയുടെ സാമ്പത്തിക ലാഭത്തെ ഇല്ലാതാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലൂടെ ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്ന പുതിയ വ്യാപാര പാത ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ്. ഇത്രയും വലിയ നേട്ടങ്ങൾ ഇന്ത്യ കൈവരിക്കുമ്പോൾ തങ്ങളുടെ പഴയ പ്രതാപം നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് ചൈന. ഇന്ത്യയുടെ ഡിഫൻസ് ബജറ്റ് വർദ്ധിക്കുന്നതും അഗ്നി 5 പോലെയുള്ള മിസൈലുകൾ ചൈനയുടെ ഏത് നഗരത്തെയും ലക്ഷ്യം വെക്കാൻ പ്രാപ്തമാണെന്നതും അവരെ പേടിപ്പിക്കുന്നു.
ചൈനയുടെ ആണവായുധ ശേഖരം കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇരട്ടിയായിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന ന്യൂ സ്റ്റാർട്ട് കരാറുകൾ ഒന്നും തന്നെ തങ്ങൾക്ക് ബാധകമല്ലെന്ന നിലപാടിലാണവർ. എന്നാൽ ഇന്ത്യ ഇവിടെ നിശബ്ദമായിരുന്നില്ല. റഷ്യയിൽ നിന്നും S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയതും അമേരിക്കയുമായി ഡ്രോൺ കരാറുകളിൽ ഏർപ്പെട്ടതും ചൈനയുടെ ആകാശ ഭീഷണി ഇല്ലാതാക്കാനാണ്. ഭാരതത്തിന്റെ ISRO ബഹിരാകാശത്ത് നടത്തുന്ന മുന്നേറ്റങ്ങൾ പോലും ചൈന നിരീക്ഷിച്ചു വരികയാണ്. ചാന്ദ്രയാന്റെയും മംഗൾയാന്റെയും വിജയമൊക്കെ ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ തെളിവാണ്. ചൈനയുടെ സാമ്പത്തിക രംഗം ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. അവിടെ റിയൽ എസ്റ്റേറ്റ് മേഖല തകരുന്നു, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. എന്നാൽ മറുവശത്ത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറുന്നു. ഈ മാറ്റമാണ് ചൈനയെ പ്രകോപിപ്പിക്കുന്നത്. ചൈനീസ് ഭരണകൂടം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് 1962 ഇന്ത്യയല്ല, ഇത് ആധുനിക ഇന്ത്യയാണ്. ആത്മനിർഭർ ഭാരതമാണ്. അതിർത്തിയിൽ ഒരു ഇഞ്ച് മണ്ണ് പോലും വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു നേതൃത്വമാണ് ഇന്നുള്ളത്. ചൈന എത്രയൊക്കെ രഹസ്യ പരീക്ഷണങ്ങൾ നടത്തിയാലും ലോകത്തിന്റെ മുന്നിൽ ചതികൾ പ്രയോഗിച്ചാലും സത്യം ഒരിക്കൽ പുറത്തു വരും. അമേരിക്ക ഇപ്പോൾ പുറത്തുവിട്ട ഈ റിപ്പോർട്ട് ചൈനയുടെ മുഖം മൂടി അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ലോക ഗുരുവാകാനുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ ഇത്തരം കുടില തന്ത്രങ്ങൾ ഒന്നും വിലപ്പോകില്ല. അക്സായ് ചിൻ മുതൽ അരുണാചൽ പ്രദേശ് വരെ ഇന്ത്യയുടെ മണ്ണ് കാക്കാൻ നമ്മുടെ സൈന്യം സജ്ജമാണ്. ചൈനയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഈ പുതിയ ഇന്ത്യയെ ലോകം ബഹുമാനിക്കുന്നു. ചൈനീസ് ഡ്രാഗണിന്റെ കുതന്ത്രങ്ങൾക്കും ആണവ ഭീഷണികൾക്കും മുന്നിൽ ഭാരതം പതറാത്തതിന്റെ കാരണം നമ്മൾ കൈവരിച്ച അവിശ്വസനീയമായ നേട്ടങ്ങളാണ്. ഇന്ന് നരേന്ദ്രമോദി എന്ന ദീർഘദർശിയായ ഭരണാധികാരിക്ക് കീഴിൽ ഇന്ത്യ വെറും ഒരു രാജ്യമല്ല, മറിച്ച് ലോകം ഉറ്റുനോക്കുന്ന ഒരു മഹാശക്തിയാണ്. നോക്കുക, പ്രതിരോധ രംഗത്ത് നമ്മൾ കൈവരിച്ച സ്വയം പര്യാപ്തത ചൈനയെ പോലും ഞെട്ടിച്ചിരിക്കുന്നു. ആകാശത്ത് അഗ്നി 5 മിസൈലുകൾ ചൈനയുടെ ഏത് കോണും തകർക്കാൻ പാകത്തിൽ ലക്ഷ്യം വെക്കുമ്പോൾ കടലിൽ INS വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പൽ ഭാരതത്തിന്റെ കരുത്ത് വിളിച്ചു പറയുകയാണ്. റഷ്യയിൽ നിന്നുള്ള S-400 മിസൈൽ പ്രതിരോധ സംവിധാനം നമ്മുടെ അതിർത്തിക്ക് ചുറ്റും ഒരു അദൃശ്യ കവചം തീർത്തിരിക്കുകയുമാണ്. സാമ്പത്തിക രംഗത്ത് ലോകത്തെ 5ാമത്തെ വലിയ ശക്തിയായി മാറിയ ഇന്ത്യ വൈകാതെ തന്നെ 3ാം സ്ഥാനത്തേക്ക് കുതിക്കുന്നു. ആപ്പിളും ഗൂഗിളും ടെസ്ലയും ചൈനയെ ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ വിജയമാണ്. ബഹിരാകാശത്ത് ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ ഇറക്കി ചരിത്രം കുറിച്ചപ്പോ സൂര്യനെ പഠിക്കാൻ വേണ്ടി ആദിത്യ L1 അയച്ച് ഇന്ത്യ ലോകഗുരുവാണെന്ന് നമ്മൾ തെളിയിച്ചു. ഡിജിറ്റൽ രംഗത്ത് ഇന്ത്യയുടെ UPI ഇന്ന് ലോക രാജ്യങ്ങൾ മാതൃകയാക്കുന്നു. നയതന്ത്ര തലത്തിൽ ഗൾഫ് രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മികച്ച നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അബുദാബിയിൽ ക്ഷേത്രം ഉയർന്നതും ഖത്തറിൽ നിന്ന് നമ്മുടെ ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചതും മോദി സർക്കാരിന്റെ നയതന്ത്ര കരുത്തിന്റെ തെളിവാണ്. അമേരിക്കയും യൂറോപ്പും ഇന്ത്യ ഒരു വിശ്വസ്ത പങ്കാളിയായി കാണുമ്പോൾ ചൈന ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടുകയാണെന്ന് തന്നെ പറയാം. അക്സായ് ചിൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നിശ്ചയദാർഢ്യം ഓരോ ഭാരതീയന്റെയും ഉള്ളിലുണ്ട്. കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിലൂടെ ആഭ്യന്തര സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം മുതൽ അതിർത്തിയിലെ ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡ് നിർമ്മാണം വരെ നീളുന്ന ഈ വികസന കുതിപ്പ് കണ്ട് അസൂയ പൂണ്ടുകൊണ്ടാണ് ചൈന ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത്. എന്നാൽ ചൈന മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇത് 1.4 ബില്യൺ ജനതയുടെ ആത്മവിശ്വാസമാണ്. ഈ ഭാരതത്തെ തടയാൻ ലോകത്ത് ആർക്കും ഒരു ശക്തിക്കും കഴിയില്ല. ഗാൽവാനിൽ നമ്മുടെ സൈനികർ ഒഴുക്കിയ ഓരോ തുള്ളിച്ചോരയ്ക്കും പകരമായി ഭാരതം ലോകത്തിന്റെ നെറുകയിൽ തന്നെ തന്റെ വിജയാരവം മുഴക്കുക തന്നെ ചെയ്യും. നമ്മൾ മുന്നോട്ട് തന്നെയാണ്, ലോകം ഭാരതത്തിന്റെ പിന്നാലെയുമാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.